ഹലോ ഹായ് നമസ്കാരം. റീനാസ് ഒഫീഷ്യലിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളായി ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ജോലിയും തിരക്കുകളൊക്കെ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തർ ചോദിക്കുമ്പം അവർക്കൊക്കെ ഒരു റിപ്ലൈ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ജോലി തിരക്ക് കാരണം പറ്റിയില്ല. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചാനൽ എൻ്റെ ഈ റീനാസ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഫുള്ളായിട്ട് കാണുക. തീർച്ചയായിട്ടും എൻ്റെ നഴ്സിംഗ് സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ച് മാൾട്ടയിൽ നിന്ന് UK വരാനിരിക്കുന്ന എൻ്റെ നഴ്സിംഗ് സുഹൃത്തുക്കൾക്കും നാട്ടിൽ നിന്നായാലും UK തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നഴ്സസിന് ശമ്പളത്തെക്കുറിച്ചും ജോലി കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. ഓക്കെ, നേഴ്സസ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള, അല്ലെങ്കിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന എന്ന് പറയപ്പെടുന്ന ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും UK മാൾട്ടയിലൊക്കെ ആയാലും നഴ്സുമാരെന്ന് പറയുമ്പോൾ അവർക്കൊരു അംഗീകാരമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നല്ല ശമ്പളമുണ്ട്. അതേസമയം നാട്ടിൽ നമ്മുടെ നഴ്സസ് എന്താ പറയുക, പട്ടിപ്പണിയും പിച്ചക്കാശും എന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പറയുന്നത് പോലെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ശരാശരി നഴ്സുമാർക്ക്, ഒരു 90% നഴ്സുമാർക്ക് അവർ അർഹിക്കപ്പെടുന്ന വേതനം ലഭിക്കാത്തതിന്റെ വേദനയും ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം എൻ്റെ പല നഴ്സിംഗ് സുഹൃത്തുക്കളും പറയാറുണ്ട്, നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, മാൾട്ടയ്ക്കോ UK ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ടടി. കാരണം പൈസ ഉണ്ടാക്കണമെങ്കിൽ പുറത്തു പോകണം. സത്യമാണ്. കാരണം നമ്മൾ നാട്ടിൽ ചെയ്യുന്ന ജോലിക്ക് ഒരു ഉചിതമായ വേതനം നമ്മുടെ നഴ്സസിന് കിട്ടുന്നില്ല. ഒപ്പം തന്നെ അവരുടെ ജോലി സമയമാണെങ്കിലും അവരെത്രയൊക്കെ അധിക ജോലി ചെയ്താൽ അതിനൊന്നും ഒരു വാല്യൂ കൽപ്പിക്കാത്ത ഒരു ശരാശരി ശതമാനം മാനേജ്മെന്റുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ UK വരാനിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നഴ്സിംഗ് സുഹൃത്തുക്കളോടും മാൾട്ടയിൽ നിന്നായാലും ഇവിടേക്ക് വരാനിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോടും ഒക്കെ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേച്ചി ശമ്പളം എങ്ങനെയുണ്ട്, അവിടെ ചെന്നിട്ട് സാലറി എങ്ങനെയുണ്ട്, UK മാൾട്ടയിലാണോ ശമ്പളം മെച്ചം? ഒരു 90% ആൾക്കാരും എന്നോട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മാൾട്ടയെക്കാളും മെച്ചമാണോ UK പോയിട്ട്, എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും ശമ്പളം കൂടുതൽ കിട്ടുന്നത് UK തന്നെയാണ് എന്നാണ് ഒരു വെപ്പ്, അല്ലേ? പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാലറി ബേസിൽ നോക്കുമ്പോൾ മാൾട്ടയിൽ കിട്ടുന്ന ബോണസ് നിങ്ങൾക്ക് പലർക്കും അറിയാം. മാൾട്ടയിൽ ഗവൺമെന്റ് നഴ്സുമാർക്കും ഹെൽത്ത് മാർക്ക് പോലെയുള്ള കമ്പനികളും ഒക്കെ നഴ്സസിന് 3 മാസം കൂടുമ്പോൾ കൊടുക്കുന്ന നമ്മുടെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരേ ശമ്പളത്തിലേക്കാണ് വരുന്നത്. ഇനി ഞാൻ കാര്യം പറയാം. അതായത് മാൾട്ടയിൽ നഴ്സുമാർക്ക് കിട്ടുന്ന, നഴ്സുമാർ ജോലി ചെയ്യുന്നത് 18 ദിവസമാണ്. കാരണം അവരുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 12 മണിക്കൂറാണെങ്കിലും അവരുടെ വേതനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 9:30 തുടങ്ങി 11 മണിക്കൂർ. അതായത് ഓരോ സ്ഥാപനങ്ങളും പല സമയമാണ് കൊടുക്കുന്നതെങ്കിലും ഏകദേശം ഒരു 18 ദിവസമെങ്കിലും നമ്മൾ ജോലി ചെയ്താലാണ് നമുക്ക് മിനിമം ബേസിക് സാലറിയിലേക്ക് എത്തുള്ളൂ. അതേസമയം UK നമ്മൾ 13 ദിവസം ജോലി ചെയ്താൽ മതി. കാരണം അവർ 13 മണിക്കൂർ ജോലി ചെയ്യണം, 12 മണിക്കൂറിന്റെ വേതനം അവർക്ക് കിട്ടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു മാസം 13 ദിവസമൊക്കെ ജോലി ചെയ്താൽ മതി. ഇനി ഞാൻ പോസിറ്റീവായുള്ള കാര്യങ്ങൾ ആദ്യമേ പറയാം. അതാവുമ്പോൾ നമുക്ക് കേൾക്കുന്നവർക്ക് ഒരു ഉഷാറുണ്ടാവുമല്ലോ, അല്ലേ? ആദ്യമേ തന്നെ കുറെ നെഗറ്റീവ് പറയാതെ. ലോകത്തിൽ എവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാരായാലും അവർ ഒരു തവണയെങ്കിലും മാൾട്ടയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് മാത്രമല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. കാരണം ഞാനിപ്പോൾ പല സ്ഥലത്ത് ജോലി ചെയ്തപ്പം പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തെ ജോലി സ്ട്രെസ്സും കഷ്ടപ്പാടും ഒക്കെ അവർ പറയുമ്പോൾ ഒരു പക്ഷേ മാൾട്ടയിൽ ജോലി ചെയ്ത നഴ്സുമാർക്ക് 100% പറയാനുണ്ടാവും. സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു രാജ്യം, നഴ്സുമാരെ സംബന്ധിച്ച് ഇത്രയും സ്ട്രെസ് ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റിയോ, അത്രയും കംഫർട്ടബിൾ സോണിൽ നിന്നുകൊണ്ട് നമുക്ക് ജോലി ചെയ്ത് വീട്ടിൽ പോകാൻ പറ്റിയ ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല. അതൊരു പരമമായ സത്യമാണ്. കാരണം ചിലപ്പോൾ നമുക്ക് റേഷ്യോ ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും പേഷ്യൻ്റ്, പക്ഷെ നമുക്ക് മാനേജബിൾ ആണ്, അല്ലേ? മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരത് കൊണ്ടു നടക്കുന്നത്. കാരണം നമുക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനെയൊക്കെ ആവശ്യത്തിന് തരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, ഡോക്ടേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. മേജർ പ്രൊസീജിയേഴ്സ് എല്ലാം ഡോക്ടേഴ്സാണ് കൈകാര്യം ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് IV ക്യാനൽ ഉൾപ്പെടെ.
അതുപോലെ ഈവൻ ഒരു പേഷ്യൻ്റ് ബ്ലഡ് എടുക്കുന്ന പോലും അവിടെ ഡോക്ടേഴ്സ് പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്ക് നഴ്സുമാരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ടെൻഷൻസും വറീസും ഒക്കെ കുറവാണ്. അതുപോലെ തന്നെ ഇപ്പം അതൊരു വലിയ പ്രൊസീജിയർ ആണോ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒരു ചെറിയ കാര്യമായാലും നഴ്സുമാരുടെ തലയിൽ നിന്ന് അത് ഒഴിവാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെതായ സ്ട്രെസ് ഫ്രീ നമുക്കുണ്ടല്ലേ. അതുപോലെ ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ടീമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവിടെ നമുക്ക് സ്ട്രെസ് ഇല്ലാത്ത ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാവണത്. ദ സെയിം ടൈം നാട്ടിലായാലും UK നമ്മൾ കുറച്ച് സ്ട്രെസ് എടുക്കുന്നുണ്ട് ജോലിയിൽ. കാരണം നമുക്ക് ഭയങ്കര സപ്പോർട്ടില്ല എന്നല്ല, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ട്, മെഡിക്കൽ ടീമിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ട്. എന്നിരുന്നാലും നഴ്സുമാരുടെ തലയിലേക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് വളരെ കൂടുതലാണ് ഇവിടെ. കാരണം ഒരു പേഷ്യൻറ്റിനെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പോഴും നേഴ്സസ് ആയതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന പ്രൊസീജിയറിൽ 100% കോൺഫിഡൻ്റ് ആയിരിക്കണം. അവർ അത് 100% നന്നായിട്ട് തന്നെ അപ്പിയർ ചെയ്യുകയും ചെയ്തിരിക്കണം. അത് നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് എന്താ പറയുക സർവീസാണ് അത് കാണിക്കുന്നത്. എന്ന് കരുതി മാൾട്ടയിലെ സർവീസ് മോശമെന്നല്ല ഞാൻ പറയണത്. പക്ഷേ UK ക്വാളിറ്റി ഓഫ് സർവീസ് വെച്ച് നോക്കുമ്പോൾ നഴ്സസിൻ്റെ മാക്സിമം അവർ കൊടുക്കണം. അതിനകത്തൊരു എക്സ്ക്യൂസസും ഇല്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മെൻ്റലി നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിരിക്കും ജോലി ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതെ നമ്മളിങ്ങനെ മൈന്യൂട്ട് മിസ്റ്റേക്സ് പോലും നമ്മളുടെ പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമ്മൾ ജോലി ചെയ്യാനായിട്ട്. നമുക്ക് എന്തെങ്കിലും എന്താ പറയുക മെൻ്റലി നമുക്ക് ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി നമ്മൾ ഡൗൺ ഒക്കെ ആണെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുക. കാരണം അന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രബിൾ ഉണ്ടാക്കി വെച്ചാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് നമ്മുടെ ജോലിനെ ബാധിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഇമോഷണലി ഡൗൺ ആയിട്ട് ഒരിക്കലും വർക്കിന് പോവാതിരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഡൗൺ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പം UK എന്നല്ല കേട്ടോ, അത് എവിടെയായാലും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കയ്യിലേക്ക് വരുന്ന രോഗികളാണ്. അവരെ 100% സാറ്റിസ്ഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു നഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി ഓഫ് സർവീസ് 100% നമുക്ക് UK പറയാൻ പറ്റും. ഒപ്പം നഴ്സസ് അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സും ഉണ്ട്. മാൾട്ടയിലും നല്ല സർവീസാണ്. പക്ഷെ എന്തോ അവിടെ കുറച്ചും കൂടെയൊക്കെ റിലാക്സ് ആണ് നമ്മൾ ജോലി ചെയ്യുമ്പം. ഒരുപാട് സ്ട്രെസ് ഉള്ള വർക്കുകൾ നമുക്ക് കുറവാണ് എന്നുള്ളത് രീതിയിൽ. കാരണം നമുക്ക് ഇപ്പം ഒരു പേഷ്യൻറ്റിൻ്റെ A to Z കാര്യങ്ങളും ഒരു നേഴ്സല്ല മാൾട്ടയിൽ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പം മാൾട്ടയിലെ ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻ്റെ പേഴ്സണൽ കെയർ നോക്കുന്നത് എപ്പോഴും ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആണ്. നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പേഷ്യനെ കുളിപ്പിക്കാനായാലും പാഡ് ചേഞ്ച് ചെയ്യാനായാലും പേഷ്യൻ്റ് ടോയ്ലറ്റിൽ പോകണമെങ്കിലും അത് ചെയ്യുന്നത് അവിടെ എപ്പോഴും ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രം, രോഗിയുടെ കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? നഴ്സസിന് കഴിയും. അതുപോലെ തന്നെ ഡോക്ടേഴ്സാണ്. ഞാൻ മുന്നേ പറഞ്ഞു IV തെറാപ്പി ആയാലും കാനലൈസേഷൻ, ബ്ലഡ് എടുക്കുക, ഇങ്ങനത്തെ പ്രൊസീജിയറുകൾ ചെയ്യുന്നത് അവിടെ ഡോക്ടേഴ്സാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിക്കേഷൻ കറക്റ്റായിട്ട് പേഷ്യന് കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചുള്ള സപ്പോർട്ട് പേഷ്യന് കൊടുക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ മാത്രമാണ് ഒരു നഴ്സിനെ സംബന്ധിച്ച് മാൾട്ടയിൽ ചെയ്യുന്നതെങ്കിൽ UK അങ്ങനെയല്ല. പേഷ്യൻ്റെ A to Z കെയർ നഴ്സസ് തന്നെ കൊടുക്കണം. അതിപ്പം പേഴ്സണൽ കെയർ ആയാലും പാഡ് ചേഞ്ച് ആയാലും അതുപോലെ തന്നെ പേഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കെയർ എന്ന് പറയേണ്ടി വരും. അതെല്ലാം ഒരു നഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ്. ഇപ്പം നമുക്കൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ഉണ്ടായിരിക്കും, പക്ഷേ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി പോകുന്നത് അതിലേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഴ്സിലേക്ക് തന്നെയാണ്. കാരണം എപ്പോഴും അവരുടെ കൂടെ നിന്ന് നമ്മൾ ചെയ്യണം. നോക്കുമ്പം മാൾട്ടയിൽ നമുക്ക് ഫിസിക്കൽ വർക്ക് കുറവാണ്. കാരണം നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനെ, കെയറേഴ്സിനെ അവർ തരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവരൊന്ന് സൂപ്പർവൈസ് ചെയ്ത് അവർ നല്ല സിൻസിയർ ആയിട്ടുള്ള, മിക്കവാറും നമ്മളുടെ തന്നെ മലയാളീസൊക്കെ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് കൂടുതലും. അതുകൊണ്ട് തന്നെ നല്ലൊരു സപ്പോർട്ടുണ്ട്. പിന്നെ മാൾട്ട വളരെ ചെറിയ രാജ്യമായതുകൊണ്ട് അവിടേക്ക് കൂടുതലായിട്ട് നമ്മുടെ ആൾക്കാരാണ് വരുന്നത്. നമ്മുടെ ഇന്ത്യൻസ്, മലയാളീസാണ് വരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെയാണ് മാൾട്ടയിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമുക്ക് സുഖം തോന്നുന്നു, ജോലി സ്ട്രെസ് ഫ്രീ ആയിട്ട് തോന്നുന്നു. ഇനി UK എന്ന് പറയുന്ന സ്ഥലം ഇപ്പം സ്കോട്ട്ലാൻഡിലെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല വെയിൽസിലും മെയിൻലാൻഡിലും അല്ലെങ്കിൽ നോർത്തേൺ അയർലൻഡിലൊക്കെ ഉള്ളത്. ഇനി ശമ്പളത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇതാണ് എൻ്റെ ഈ മാസത്തെ സാലറിയാണ് കേട്ടോ, കഴിഞ്ഞ മാസത്തെ സാലറിയാണ്. അപ്പോൾ നമുക്ക് ബേസിക് സാലറി എന്ന് പറയുന്നത് നമുക്ക് 13 ദിവസം ജോലി ചെയ്യുമ്പം 2254 എനിക്കിപ്പം ബേസിക് സാലറി കാണിക്കുന്നതെങ്കിൽ
പിന്നെ നമുക്ക് നാഷണൽ ഇൻഷുറൻസ്, പിന്നെ നമ്മുടെ 20% ടാക്സ്, പിന്നെ നമുക്ക് പെൻഷൻ പിടിക്കുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെയെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു 1800 പൗണ്ടൊക്കെയാണ് നമുക്ക് ബേസിക് സാലറി കൈ കിട്ടുക. അതേസമയത്ത് മാൾട്ടയിൽ 18 ദിവസം ഡ്യൂട്ടി എടുക്കുമ്പോഴും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു MQRS ലെവൽ വെച്ചിട്ട് BSc നഴ്സിനും MScക്കും ജനറൽ നഴ്സസിനും ഒക്കെ വ്യത്യാസമുണ്ട് സാലറിയിൽ, ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ അവർക്കും ഈ പറഞ്ഞ സെയിം എമൗണ്ടിന് അടുത്താണ് കിട്ടുന്നത്. ഇപ്പം MSc നഴ്സ് ആണെങ്കിൽ ഒരു 2500-800 ഇടയ്ക്കാണ് അവർക്ക് സാലറി വരുന്നത്. BSc നഴ്സസ് ആണെങ്കിൽ 2300-500 ഇടയ്ക്കാണ് സാലറി വരുന്നത്. ജനറൽ നഴ്സസ് ആണെങ്കിൽ 1800-2000 ഇടയ്ക്കാണ് സാലറി വരുന്നത്. ടാക്സ് കട്ടിങ് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ഒരു 1800, 2300, 2500 എന്നുള്ള ലെവലിൽ സാലറി കൈ കിട്ടും. അപ്പം യൂറോയും പൗണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്, നേരിയ വ്യത്യാസം മൂല്യത്തിലുണ്ടെങ്കിലും ഏകദേശം സാലറി ഒക്കെ ഒരുപോലെയാണ് വരുന്നത്. പിന്നെ നോക്കുമ്പോൾ നമുക്ക് അവിടെ 18 ദിവസം ഡ്യൂട്ടി എടുക്കണം, ഇവിടെ 13 ദിവസം ഡ്യൂട്ടി എടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് UK-യിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് 13 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് 17 ദിവസം ഫ്രീ അല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഏജൻസികളിലൊക്കെ പോയി നമുക്ക് ഓവർ ടൈം ചെയ്യാം. അത് നല്ല പേയ്മെന്റ് ആണ് ഏജൻസികൾ കൊടുക്കുന്നത്. നമുക്ക് 35-40 പൗണ്ടൊക്കെ മണിക്കൂറിന്, അതിൽ 45 പൗണ്ടൊക്കെ കിട്ടുന്ന ഏജൻസികളുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 4 ഡ്യൂട്ടിയൊക്കെ നമുക്ക് ഒരു വീക്കിൽ 20 അവേഴ്സൊക്കെയുള്ള നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പെർമിഷൻ ഇല്ല. അങ്ങനെ 20 അവേഴ്സ് നമ്മൾ ചെയ്താൽ പോലും നല്ലൊരു എമൗണ്ട് നമുക്ക് ഏജൻസി വഴി നമുക്ക് വർക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതൊരു വലിയ കാര്യമാണ് മാൾട്ടയെ അപേക്ഷിച്ച് UK-യിൽ. പിന്നെ മാൾട്ടയിൽ നമ്മൾ എത്ര വർഷം ജോലി ചെയ്താലും നമുക്ക് PR ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ പെൻഷനും കാര്യങ്ങളൊന്നും അവർ തരുന്നില്ല. അതേസമയത്ത് UK-യിൽ നമുക്ക് 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ PR കിട്ടും. പിന്നീട് നമുക്ക് സിറ്റിസൺഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ സേഫാണ് UK എന്ന് പറയുന്നത് മാൾട്ടേനെ അപേക്ഷിച്ച്. പിന്നെ നമ്മൾ ഇപ്പം സിംഗിളായിട്ട് കുറച്ച് നാൾ എവിടെയെങ്കിലും നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പോകണമെന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മാൾട്ട തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. കാരണം നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ജോലി ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി നാട്ടിൽ തിരിച്ചു പോകാം. പക്ഷെ സെറ്റിൽ ആവണമെന്ന് വിചാരിക്കുന്നവർ തീർച്ചയായിട്ടും UK തന്നെ ചൂസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് സെറ്റിൽ ആവാൻ മാൾട്ടയെക്കാളും ബെറ്റർ പ്ലേസ് തീർച്ചയായിട്ടും UK ആണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള 2 ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം സാലറിയുടെ ബേസിലായാലും ജോലിയുടെ ബേസിലായാലും ഏകദേശം ഒരുപോലെയാണ് മാൾട്ടയിലെ സാലറിയും UK-യിലെ സാലറിയും. പിന്നെ മാൾട്ടയിലെ നഴ്സുമാർക്ക് 3 മാസം കൂടുമ്പോൾ 1300-1500 ഇടയ്ക്ക് അവർക്ക് എന്താ പറയുക ബോണസ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അവിടുത്തെ ക്വാളിഫിക്കേഷൻ ലെവൽ അനുസരിച്ച് ബോണസിലും വ്യത്യാസമുണ്ട്. 1300, 1500, 1800 അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ട്. എനിവേ അതൊരു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് നഴ്സസിന്. കാരണം 3 മാസം കൂടുമ്പോൾ നല്ലൊരു സാലറിയാണ് കിട്ടുന്നത്. അപ്പോൾ ആ മാസം സാലറി 3500-4000 യൂറോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എമൗണ്ട് കിട്ടും. അതൊരു നല്ല ബെനിഫിറ്റ് ആണ് മാൾട്ടയിലെ നഴ്സസിന്. പിന്നെ അവിടെ വർക്ക് ബെനിഫിറ്റ് ഉണ്ട്, ചൈൽഡ് ബെനിഫിറ്റ് ഉണ്ട്, ഇതൊക്കെ കിട്ടും. പിന്നെ CPD കിട്ടും. അതായത് എല്ലാ വർഷവും മാൾട്ടയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കാൻ 1000-1200 ഇടയ്ക്ക്, അതായത് ഞാൻ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ ലെവൽ അനുസരിച്ച് അതിലും വ്യത്യാസമുണ്ട്. എനിവേ ഒരു മിനിമം 1000 യൂറോ എങ്കിലും എല്ലാ വർഷവും നഴ്സുമാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈൽ മേടിക്കാനോ ലാപ്ടോപ്പ് മേടിക്കാനൊക്കെ പറ്റും. നമുക്കത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും അങ്ങനത്തെ പൈസയൊക്കെ. പക്ഷെ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ്സ് ഒന്നും നമുക്കില്ല ഇവിടെ. നമുക്ക് UK-യിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് NHS നഴ്സുമാർക്ക് ബ്ലൂ ലൈറ്റ് കാർഡ്, എക്സാക്ട്ലി പറയുന്നത് കാർഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്നേ ഉള്ളൂ. 10%, 20% ഒക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് സ്റ്റുഡൻസിനും ഉണ്ട്. അതിപ്പം നഴ്സ് ആയതുകൊണ്ട് ഉള്ളൊരു ബെനിഫിറ്റ് അല്ല, NHS വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. എനിവേ ലോകത്ത് എവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല മാൾട്ടയിലെ നഴ്സസിന് കിട്ടുന്ന സന്തോഷവും സുഖവും സ്ട്രെസ് ഫ്രീ ഒന്നും വേറെ ഇടത്ത് ഉണ്ടാവില്ല. സോ എനിക്ക് മാൾട്ട ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ജോലി ചെയ്യുന്ന സമയത്ത്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ, അപ്പം മക്കളുടെ എഡ്യൂക്കേഷൻ, സ്പൗസിന്റെ ജോലി, ഹസ്ബൻഡിന്റെ ജോലി, പിന്നെ നമ്മളൊന്ന് സെറ്റിൽ ആവാനൊക്കെ ആഗ്രഹിക്കുമ്പം കുറച്ച് സ്ട്രെസ് ഉണ്ടെങ്കിലും UK അടിപൊളിയാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ എന്താ പറയുക, സാലറിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ജോലിയുടെ വ്യത്യാസം ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. മാൾട്ടയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്ന എൻ്റെ ഒരു വീഡിയോ വളരെ നല്ല രീതിയിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും അതിനകത്ത് നല്ല രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക.
തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക്